ഇന്ന് പോസ്റ്റാണേ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഈ വഴി പോകുമ്പോൾ എന്താ പാട്ടുപെട്ടി ആണ്. അയ്യോ എത്ര തവണയല്ലേ ഇതിലെ പോകുമ്പോഴുള്ള ഓട്ടം പാട്ടുപെട്ടിയെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ഇതിൽ എപ്പോൾ പോയെന്ന് പറഞ്ഞാലും നമുക്ക് എന്ത് മെമ്മറീസ് അതാണ്. അതൊക്കെ നമ്മുടെ ഒരു മ്യൂസിക്കിലേക്കുള്ള നമ്മുടെ തുടക്ക സമയമല്ലേ. സത്യം. പിന്നെന്താ ചെങ്ങന്നൂർ എന്ന് പറയുമ്പോൾ നമുക്കൊരു വികാരമാണല്ലോ. ചെങ്ങന്നൂർ എന്ന് പറയുമ്പോൾ ഒറ്റ വാക്ക് പാട്ടുപെട്ടി. പാട്ടുപെട്ടി പ്രൊമോഷനാണോ പെയ്ഡാണോ? പ്രൊമോഷൻ അല്ല, കാരണം നമ്മുടെ മ്യൂസിക് കരിയറിൻ്റെ സ്റ്റാർട്ടിങ് പാട്ടുപെട്ടി എന്നല്ലേ. അതെ. അപ്പോൾ ആ ഒരു മെമ്മറീസ് എന്നും ലൈഫ് ടൈം നമുക്കുണ്ട്. 2009 അല്ലേ? 2009 2010 ആ സമയത്ത്. 2009 ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത്. അത് നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതെ. ഒരു ധാരണയില്ല ഇതിനെക്കുറിച്ച്, എന്താ റെക്കോർഡിങ് എന്താണ്, കുറേ പാട്ടും ഒരു ട്യൂണും മാത്രം കാര്യമുണ്ട്, കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അതായത് ഇതിപ്പം 2025 പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ്, മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരുപാടുള്ളൊരു കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറും ഒരു സൗണ്ട് കാർഡ്, ഒരു മിഡി കീബോർഡും ഉണ്ടെങ്കിൽ ആർക്കും മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യാം എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ എത്തി ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ ഒട്ടുമിക്ക ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആളുകളും ഇന്ന് മ്യൂസിക് പ്രൊഡ്യൂസേഴ്സാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 2009 കാലഘട്ടം എന്ന് പറഞ്ഞാൽ അധികം ഹോം സ്റ്റുഡിയോകളില്ല. സ്റ്റുഡിയോസ് തന്നെ ഡിപ്പെൻഡ് ചെയ്യണം. അതെ, സ്റ്റുഡിയോസിനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ. അതുപോലെ മ്യൂസിക് പ്രോഗ്രാമേഴ്സ് ഒരുപാടില്ല, എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ബിബിൻ ഒരു മ്യൂസിക് ആൽബം ഇറക്കാനുള്ള പരിപാടിയായിട്ട്. ഇതിന് മാത്രമല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ കുറേ പേര്. അതെ, കുറേ പേര് മ്യൂസിക്കിനോട് താല്പര്യമുള്ളൂ. വിപിനെ, ഗിരീഷ്, ലിജിൻ, ലിജോ. അതെ 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 ലിജോ ചാൻ. അതെ, അങ്ങനെ എന്താ പറയണ്ട ഒരു ടീമായിരുന്നു. അതെ. അപ്പം ശരിക്കും പറഞ്ഞാൽ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ ഒരു ടീമിനകത്ത് വന്ന് പെട്ടത്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് മേഖലയിലും ഈ മ്യൂസിക് മേഖലയിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ ഓർമ്മകളെ പറ്റി പറയുമ്പോഴത്തേക്ക് ഞങ്ങളിവിടെ ഒരു എത്ര മാസം ഉണ്ടായിരുന്നു സാറേ? ഏകദേശം ഒരു മാസം അടുത്ത്. ഒരു മാസം 2 മാസത്തോളം ഉണ്ടായിരുന്നു. കാരണം എല്ലാ ദിവസവും റെക്കോർഡിങ് നമുക്ക് സ്റ്റുഡിയോ കിട്ടുന്ന അവൈലബിലിറ്റി അനുസരിച്ച് റെക്കോർഡിങ് 10 പാട്ടുണ്ട്. 10 പാട്ട് തന്നെ 12 പാട്ടിൻ്റെ ആൽബം ആണ് ഇറങ്ങുന്നത്. അതെ. അപ്പോൾ നമുക്ക് റെക്കോർഡിങ്ങിനെ കുറിച്ച് ധാരണയില്ല, മണിക്കൂറുകളെടുത്ത് റെക്കോർഡ് ചെയ്യുന്നത്. അന്നത്തെ റെക്കോർഡിങ് പിന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്ന സമയങ്ങൾ ലൈവ് എടുപ്പിച്ച് ജോസിച്ച 2 ഫ്ലൂട്ട് സാക്സ്. അപ്പം അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ആ സ്റ്റുഡിയോ ആയിട്ടുള്ളത്. എന്തായാലും അതൊരു നല്ല ഓർമ്മകളാണെന്ന്. അതെ, ചെങ്ങന്നൂരിനെ പറ്റി പറയുമ്പം അതാണ് ഓർമ്മ. അതിനുശേഷം ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. അപ്പോഴും ബിബിൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവിടെ പോകാനും വരാനും ഒക്കെ. അതിനുശേഷം ഞാൻ ജോലിയിൽ കയറുമ്പോഴും ബിബിൻ കൂടെ ഉണ്ടായിരുന്നു. കാരണം ബിബിൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ പാട്ടുപെട്ടിയിൽ തന്നെ. കാരണം ഞാൻ അവിടെ പോയി പാടി എന്ന് പറഞ്ഞാലും ആ സ്റ്റുഡിയോയുമായിട്ടൊരു ബന്ധം ശരിക്കും ബിബിനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിബിൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ പാട്ടുപെട്ടിയിൽ കയറുന്നത്. അങ്ങനെ 1 വർഷം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ അവിടെ നിന്നും മീഡിയ വില്ലേജിലേക്ക് മാറുന്നത്. ബിബിൻ ഒരു കീബോർഡ് പ്ലെയറാണ്. അപ്പോൾ ഇന്ന് ബിബിൻ്റെ കൂടെ മാവേലിക്കരയ്ക്കാണ് നമ്മുടെ യാത്ര. ഞാൻ കൂട്ടുപോവാട്ടോ. ഇത് ഞായറാഴ്ചത്തെ യാത്രയായിരുന്നേ. വന്ന് ഞങ്ങൾ വഴി ഏതെന്നറിയാതെ ഉഴലുകയാണ്. നല്ല വഴിയും കാഴ്ചയും. നമ്മളിത് വിദേശ രാജ്യത്തെത്തിയ പോലൊരു ഫീൽ. ഇതുണ്ടോ സാറേ? അതെ, പോയി വിദേശം കഴിഞ്ഞ് ഈ ഒഴുകുന്നത് അച്ചൻകോവിലാറാണ് കേട്ടോ. ഞങ്ങളങ്ങനെ കാര്യവട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. കാര്യവട്ടം ക്യാമ്പസാണ്. കാര്യവട്ടമല്ല, കരയാവട്ടം. അവിഞ്ഞു പോയി ഗൈസ്. പൊതുവെ അങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും അല്ലേ? അങ്ങനെ ഇവിടെ കണ്ടൊരു കടയിൽ നിന്ന് നല്ല പൊറോട്ടയും മുട്ടക്കറി അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. പോയ വഴിക്ക് ഒരു കാഴ്ച കണ്ടു, വ്യത്യസ്തമായൊരു കാഴ്ച. ഞാൻ ഇന്നാണ് ഇത് ശ്രദ്ധിച്ചത്. ഇത് കണ്ടോ, 2 കുരിശ് എന്നാണ് ഞാൻ ആദ്യം ഓർത്തത്. പക്ഷേ 2 കുരിശല്ല, 1 സ്റ്റാറാണ്. അതെനിക്കൊന്ന് മുസ്ലിം പള്ളിയുടെ ചിഹ്നം ആണെന്ന് തോന്നുന്നു. ചിഹ്നം എന്ന് പറയാമോ എന്നെനിക്കറിയില്ല, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി.
ചാരുമൂട് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഇത് കൊല്ലം ജില്ലയാണ്. ബിബിനെ സ്പോട്ടിൽ ഇറക്കിയിട്ട് ഞാനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. എന്താണെന്നറിയോ, വാഷ്റൂം ഉണ്ടോ എന്ന് അന്വേഷിച്ചുള്ള നടപ്പാണ്, ടോയ്ലറ്റ്. പക്ഷേ അതൊരു വലിയ പ്രശ്നമാണ് കേട്ടോ നമ്മുടെ നാടിൻ്റെ. ഞാൻ ഏകദേശം 2 കിലോമീറ്ററോളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെരപ്പര നടന്നു. അവസാനം പിന്നെ ഒരു പെട്രോൾ പമ്പിനെ ആശ്രയിക്കേണ്ടി വന്നു. ഓരോ 2 കിലോമീറ്റർ കൂടുമ്പോഴെങ്കിലും ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്നെനിക്ക് തോന്നി. കുറേ നേരം അറിഞ്ഞിരുന്ന് നടന്നതിന് ശേഷമാണ് വണ്ടി ഓടിച്ചും പോയി കേട്ടോ. 2 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചും പോയി. അങ്ങനെ താണ്ട് ഈ സ്ഥലത്തൊക്കെ എത്തി. ഇതെനിക്ക് തോന്നി ചുനക്കര എന്ന് പറയുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. ചുനക്കര അവിടെയൊക്കെ വന്ന് നോക്കി, ഒരു രക്ഷ ഉണ്ടായില്ല. പിന്നെ കട്ട പോസ്റ്റായിരുന്നു കേട്ടോ. ഒരു 10 മണി തൊട്ട് ഒരു 1:30 വരെ ഞാൻ ഒരു മരച്ചോട്ടിൽ ഇങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവിടെ കണ്ടൊരു പാർട്ടിയാണിത്. പിന്നെ കുറേ നേരം ഫോണും നോക്കിയിരുന്നു, കുറേ നേരം വീഡിയോസൊക്കെ കണ്ടു. അങ്ങനെ കുറേ നേരം പോസ്റ്റായി. ചൂടോ. ഇങ്ങനെ പോസ്റ്റൊക്കെ കിട്ടിയാൽ വെറുതെ പണ്ടടങ്ങുന്ന ആളാണോ നിങ്ങൾ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ശരിക്കും പറഞ്ഞാൽ അവസ്ഥ എന്ന് ഓർക്കണേ, രാവിലെ 7 മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണേ. ഇവിടെ 8:30 വരണമെന്ന് പറഞ്ഞുകൊണ്ട് പോന്നതാണ്. നമ്മുടെ ഫ്രണ്ട് ബിബിൻ കണ്ടായിരുന്നല്ലോ. ബിബിന് ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും വന്നത്. പക്ഷേ പോസ്റ്റായിപ്പോയി. ഇപ്പോൾ സമയം ഏകദേശം 1 മണി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കൂടെ ആയി. ഇതുവരെ ബിബിനെ വിളിച്ചിട്ട് ബിബി ഫോൺ എടുക്കുന്നില്ല. ഞാൻ വന്നിട്ട് ആ ഒരു മരച്ചോട്ടിൽ പോസ്റ്റാണ്. ഇത് കണ്ട. എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, അങ്ങനെ 1:45 വിളിച്ചു ആശാൻ. ഗിരീഷ വാ ഫുഡ് കഴിക്കാമെന്ന്. അപ്പം ഞാനൊരു 2 കിലോമീറ്റർ ബാക്കിലോട്ട് മാറി ഒരു മരച്ചോട്ട് കിടക്കരുത്. എൻ്റെ മുടിയെല്ലാം ഉഴപ്പി അലമ്പായിപ്പോയി. ബിബിനെ യെസ് അല്ല ഇവിടെ പറഞ്ഞ ബിബിൻ എനിക്ക് നല്ല ചോറും പിന്നെ പൊടിമീൻ പീര മേടിച്ചു തന്നു. പക്ഷെ സമയം 2:30 ഇത്ര നേരം എന്നെ പോസ്റ്റാക്കി. കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ തിരിക്കുകയാണേ. എന്തെങ്കിലും പറയണ്ടോ? സന്തോഷം. ഇപ്പോൾ പറഞ്ഞോളൂ. അപ്പോൾ ബൈ. എന്താ പറയുന്നത്, ഒരുപാട് നാളിന് ശേഷം ഇങ്ങനെ ഗിരീഷുമായിട്ട് ഒരു അതൊന്നും വേണ്ട പ്രസംഗമൊന്നും ഇവിടെ വേണ്ട. വളരെ സന്തോഷം. പ്രസംഗമൊന്നും വേണ്ട. മറക്കരുത്. ഫ്രെയിം കേട്ടോ. കൊന്നയാണോ അതിൻ്റെ പേര്? വാഗയില്ലേ? പേരത്തില്ല, മഞ്ഞപ്പൂവാന്നറിയാം. വാഗ മഞ്ഞപ്പൂവല്ല, ഓറഞ്ച് പൂ. അടിപൊളി ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങളിങ്ങനെ കാറിൽ വന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇപ്പോൾ നമ്മുടെ ചെറിയനാട് ഭാഗത്ത് എത്തിയപ്പം, ഇത് കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്നറിയില്ല, എത്തിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. അതെന്താ കാണിച്ചു തരാവേ. വളരെ നീളത്തിൽ ഒരു കനാൽ പാലം, ഒരു ഭംഗിയൊക്കെ തോന്നി. അങ്ങനെ ഇറങ്ങിയതാണ് ഇവിടെ. ഇത് ഏകദേശം അങ്ങോട്ട് പോയൊന്നുമില്ല, ദൂരോട്ടൊന്നും പോയില്ല. കാരണം നല്ല വെയിലാണ് അങ്ങോട്ട്, നല്ല ദൂരമുണ്ട്. അത്രയും ദൂരം നടക്കണ്ടേ, മടി കൊണ്ടേ. ഞങ്ങൾക്ക് പോകാൻ മടി. അപ്പം ഇത്രയും പരിപാടിയൊക്കെ ഉള്ളൂ, ദൂരോട്ട് പോയില്ല. കണ്ട അങ്ങ് പുറകിലോട്ടുണ്ട് സംഭവം, ഒരുപാടുണ്ട്. നല്ല രസം വേലയൊക്കെ കാണാല്ലേ. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് പതുക്കെ ഞങ്ങളിങ്ങി പോകുന്നു. ഇതിപ്പോൾ ചെങ്ങന്നൂർ അടുത്തെത്തി, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തെത്തി കേട്ടോ. ഇത് പമ്പയാറാണ് ഈ കാണുന്നത്. ആറാട്ടുപുഴയിൽ നിന്നും കുമ്പനാടിനുള്ള വഴിയാണ്. അങ്ങനെ ബിബിനെയൊക്കെ കൊണ്ടുവിട്ടതിന് ശേഷം ഞാൻ നേരെ വീട്ടിൽ പോന്നു. ഇത് കണ്ടോ, ലോട്ടറിയാണ്. അടിച്ചില്ല, 5 പൈസ പോലും ഇല്ലായിരുന്നു. അങ്ങനെ പോസ്റ്റ് അടിച്ച് കുറേ നേരം വേസ്റ്റ് ആയി ടൈം. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി. ഇത്രയും വിശേഷങ്ങളാണ് ഇന്ന് ഉണ്ടായിരുന്നത് കേട്ടോ, ഞായറാഴ്ചയായിട്ട്. പിന്നെ വീട്ടിൽ വന്നിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, അത് അടുത്ത ദിവസം കാണിക്കാം എന്താണ് ചെയ്തതെന്നുള്ളത്. മിറ്റമൊക്കെ റെഡിയാക്കി നിരപ്പാക്കി. ഇനിയിപ്പോൾ കുറച്ച് പെയിൻറ്റിങ് പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് ചെയ്യണം. അതൊക്കെ ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പം ഒരുപാട് സന്തോഷം. ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.